എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമ്മൾ ഇനി തൊട്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ഉൾപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് VFAയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു പോകുന്നതിന് പകരം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന അത്രത്തോളം റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതായ കേരളവർമ്മ പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ, സർദാർ KM പണിക്കർ, വില്യം ലോഗൻ. ആൻസർ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത്. ഇനി ഈ സർദാർ KM പണിക്കർ തന്നെയാണ് കേരളവർമ്മ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് സർദാർ KM പണിക്കരുടെ പുസ്തകമാണ് കേരള സിംഹം. ഇനി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏതാണ്? 1.25 കോടി മലയാളികൾ, ഭാഷാ കേരളം, നവകേരള ശില്പികൾ, ഇവയൊന്നുമല്ല. ആൻസർ 1.25 കോടി മലയാളികൾ എന്നുള്ളതാണ്. ഇത് 1.25 കോടി മലയാളികൾ എന്നുള്ളത് EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ്. ഇത് അദ്ദേഹം 1946 എഴുതിയ ഒരു പുസ്തകമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ? ഇന്ത്യ ശ്രീലങ്ക, ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യ ബംഗ്ലാദേശ്, ഇന്ത്യ ചൈന. ആൻസർ ഇന്ത്യ ചൈന. ഇനി നമുക്ക് പഞ്ചശീല തത്വങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29-നാണ്. ഇതിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായും ചേർന്നിട്ടാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? ഓപ്ഷൻ: ഡൽഹി, ലക്നൗ, കാൺപൂർ, ഝാൻസി. ആൻസർ കാൺപൂർ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ എല്ലാം ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. കാൺപൂരിൽ നാനാ സാഹിബ്, ഡൽഹിയിൽ ഭക്ത് ഖാൻ, അതുപോലെ തന്നെ ബഹദൂർ ഷാ സെക്കൻഡ്, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായ്, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, മീററ്റിൽ കദ്ദം സിംഗ്, അലഹബാദിൽ ലിയാഖത്ത് അലി, മധുരയിൽ ദേവി സിംഗ്, ഗോളിയോറിൽ റാണി ലക്ഷ്മിഭായിയും താന്തിയ തോപ്പിയും, കോട്ടയിൽ ജയ്ദയാൽ, ഹരിയാനയിൽ റാവു തുലാറാം, ആസാമിൽ മണിറാം ദത്ത, ബറൗട്ട് പർഹാനയിൽ ഷാമാൽ, ലക്നൗ, ആഗ്ര, ഔദ്, അയോധ്യ ഇത്രയും സ്ഥലങ്ങളിൽ ബീഗം ഹസ്രത്ത് മഹൽ, ബീഹാർ ജഗദീഷ്പൂർ, ആര ഇത്രയിടങ്ങളിൽ കൺവർ സിംഗ്, ബറേലി രോഹിൽഖഡ് ഖാൻ ബഹദൂർ ഖാൻ, മാൻഡസോർ ഫിറോസ് ഷാ. ഇത്രയും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്: 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി ഫിലോഡൽഫിയ, സി വാഷിങ്ടൺ, ഡി സാൻ ഫ്രാൻസിസ്കോ. ആൻസർ ഫിലാഡൽഫിയ. ഓക്കെ, ഇനി എന്താണ് ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നൊക്കെ നമുക്ക് നോക്കാം. 1773 അമേരിക്കയിൽ ഒരു സായുധ വിപ്ലവം പോലെ നടക്കുന്നത്. അത് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് വിളിക്കുന്നത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അത് ആധിപത്യത്തിനെതിരെ നടത്തിയ അമേരിക്കൻ കോളനീസ് നടത്തിയ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ഇത് നടക്കുന്നത് 1773 ഡിസംബർ 16-നാണ്. നമ്മുടെ കോളനി ആയിട്ടുള്ള അമേരിക്കയുടെ മുകളിൽ കോളനൈസർ ആയിട്ടുള്ള ആളുകൾ ടീ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. ചായപ്പൊടിക്ക് ടാക്സ് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത്. അപ്പം അതിന് എഗനിസ്റ്റ് ആയിട്ട് ആളുകൾ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ഈ ബോസ്റ്റണിൽ നിർത്തിയിട്ടിരുന്ന ഒരു കപ്പലിൽ നിന്ന് ഏകദേശം 342 ചാക്കോളം ചായപ്പൊടി കടലിലേക്ക് ഇടുകയാണ് ചെയ്തത്. അതിനെയാണ് നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ഇത് അമേരിക്കൻ റവല്യൂഷനുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കലാപങ്ങൾക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനുമൊക്കെ ശേഷം
ആളുകൾ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയിലായിട്ടുള്ള ആളുകൾ തീരുമാനിക്കുകയാണ് അമേരിക്കയുടെ 13 കോളനീസിൽ നിന്നും ഉള്ള റെപ്രസെൻറ്റേറ്റീവ്സും എല്ലാം ചേർന്നൊരു മീറ്റിംഗ് നടത്തണമെന്ന് തീരുമാനിക്കുകയാണ്. ആ മീറ്റിങ്ങിനെയാണ് നമ്മൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് 2 കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകൾ ചേരുന്നുണ്ട്. ഒന്നാമത്തത് നടക്കുന്നത് 1774 അതിനെയാണ് നമ്മൾ ആദ്യ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത് 1775 മുതൽ 1781 വരെയാണ്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളൊക്കെ നടക്കുന്നത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലൂടെയാണ് അവർ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതിൽ ഒരു എക്സാമ്പിളാണ് അവർ ബ്രിട്ടീഷ് സാധനങ്ങൾ എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ് അവർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്. ജോർജ് വാഷിങ്ടൺ, അതുപോലെ തന്നെ തോമസ് ജെഫേഴ്സൺ, ജോൺ ആഡംസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പോലുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ജോൺ ഹാൻകുക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? എ ആൻ്റോണിയോ ഗുട്ടറസ്, ബി ബാൻ കി മൂൺ, സി കോഫി അന്നൻ, ഡി ട്രിഗ്വലി. ആൻസർ എ ആൻ്റോണിയോ ഗുട്ടറസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലി ഉണ്ട്, അതിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ 2025 ജൂണിലാണ് മാറുന്നത്. ഡെനീസ് ഫ്രാൻസിസ് ആണ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡൻറ്റ് ഡെനീസ് ഫ്രാൻസിസ് ആണ് എന്ന് ഓർത്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? എ ചിനൂക്ക്, ബി ലൂ, സി ചക്രവാദം, ഡി ഹാർമാറ്റൻ. ആൻസർ ഓപ്ഷൻ സി ചക്രവാദം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചിനൂക്ക് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് പ്രാദേശികവാദങ്ങളെന്ന് നോക്കാം. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന വാദങ്ങളെയാണ് അല്ലെങ്കിൽ കാറ്റുകളെയാണ് പ്രാദേശികവാദങ്ങളെന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോ ഷബർ, കാൽബൈശാഖി. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ചിനൂക്ക്, ഹാർമാറ്റൻ, ഫൊൻ എന്നിവ. ഇനി എന്താണ് ചിനൂക്ക് എന്ന് നോക്കാം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാൽ ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചു. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായ കാറ്റുകളാണ് ചിനൂക്കുകൾ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹാർമാറ്റൻ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹാർമാറ്റൻ. ഇനി ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകളാണ് മിസ്ട്രൽ. സ്പെയിനിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതത്തിൻ്റെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫൊൻ. ഇനി എന്താണ് ചക്രവാതങ്ങളെന്ന് നോക്കാം. അതിനെ നമ്മൾ സൈക്ലോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. സൈക്ലോൺ എന്ന പദത്തിൻ്റെ അർത്ഥം പാമ്പിൻ്റെ ചുരുൾ. രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചക്രവാതങ്ങളെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെന്നും ട്രോപ്പിക്കൽ സൈക്ലോൺ, മിതോഷ്ണ ചക്രവാതങ്ങളെന്നും ദാറ്റ് ഈസ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്നും തരംതിരിച്ചിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് ചക്രവാതം എന്ന് പേര് നൽകിയ വ്യക്തിയാണ് ഹെൻറി പിഡിങ്ടൺ. അതുപോലെ തന്നെ ഹാരിക്കെയിൻ, വില്ലീസ്, ടൊർണാഡോ ഇവയൊക്കെ പ്രധാന ചക്രവാതങ്ങളാണ്. ഹാരിക്കെയിൻ വീശുന്നത് വെസ്റ്റ് ഇൻഡീസിലാണ്. വില്ലീസ് വീശുന്നത് ഓസ്ട്രേലിയയിലാണ്. ടൊർണാഡോ വീശുന്നത്
അമേരിക്കയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഈ ശിലയെ പ്രാഥമിക ശിലയെന്ന് വിളിക്കുന്നു. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ഈ ശിലയാണ്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തുമായി രൂപം കൊള്ളുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഓക്കെ, ബാക്കി ശിലകൾ എന്നുള്ളത് നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കാം. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 9ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലിഫ്? ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ബി, ഇത് ഒരു ശിലയുടെ പേരാണ്. സി, ഇത് ഒരു കൊടുമുടിയാണ്. ഡി, ഇത് നദികൾ സൃഷ്ടിക്കുന്ന നിക്ഷേപ സമതലമാണ്. ആൻസർ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ക്ലിഫ് എന്ന് പറഞ്ഞാൽ തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. എ, അപവഹന ഗർത്തം. ബി, കൂൺശിലകൾ. സി, ടെറായ്. ഡി, മണൽമേടുകൾ. ഓപ്ഷൻ ടെറായി ആണ്. ബിക്കോസ് ടെറായി എന്ന് പറയുന്നത് നമ്മൾ ഉത്തര മഹാസമതലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി കോഴിക്കോട്, ശബരിഗിരി പത്തനംതിട്ട, ഷോളയാർ തൃശ്ശൂർ, കല്ലട കൊല്ലം. അത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? അപ്പം ഫോർട്ട് വില്യം എന്നായിരുന്നു പേര്, അതിനെ വിജയ് ദുർഗ് എന്ന് പേര് മാറ്റി. അതെവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദില്ലി, ബി കൊൽക്കത്ത, സി മുംബൈ, ഡി ചെന്നൈ. 12ാമത്തിന് ഉത്തരം ബി കൊൽക്കത്തയാണ്. ഓക്കെ, കൊൽക്കത്തയിലാണ് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം, അതായത് ഫോർട്ട് വില്യം ഉണ്ടായിരുന്നത് കൊൽക്കത്തയിലാണ്. അത് പേര് മാറ്റി വിജയ് ദുർഗ് എന്ന് ആക്കിയിട്ടുണ്ട്. 13. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അതിൽ 1 and 2 വരുന്നുണ്ട്, 1, 2 and 3 വരുന്നുണ്ട്, 1 and 3 വരുന്നുണ്ട്, 2 and 3 വരുന്നുണ്ട്. അതിൽ ഉത്തരം വരുന്നത് 2 and 3 ആണ്. ഏതൊക്കെയാണ്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അതുപോലെ തന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളുള്ളത്. മറ്റ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. ഇത്രയുമൊക്കെയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഇനി എന്താണ് നീതി ആയോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ടുള്ള ചോദ്യമാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി തന്നെയാണ്. ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് അതിൻ്റെ ചെയർമാനായിട്ടുള്ളത്. ഇനി നീതി ആയോഗിൻ്റെ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ, കൂടാതെ സ്ഥിരം അംഗങ്ങളായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ 5 അനൗദ്യോഗിക അംഗങ്ങൾ, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, അതായത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ 7th,
ജൂൺ 2018 പ്രകാരം. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരാണ് ഉണ്ടാവുക. പിന്നെ താൽക്കാലിക അംഗങ്ങളായിട്ട് പ്രധാന സർവകലാശാലകളിലും ഗവേഷണശാലകളിലുമുള്ളവരെ നിയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രധാനമന്ത്രി നിയമിക്കുന്ന 5 കേന്ദ്രമന്ത്രിമാരും അതിലുണ്ടാവാറുണ്ട്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. 2 വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. 3 സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ആൻസർ വരുന്നത് 1ഉം 3ഉമാണ്. ഏതൊക്കെയാണ്? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. നമുക്കത് ആ 3 ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന എന്നുള്ളത് തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ ആ ഒരു സാമ്പത്തിക ശാസ്ത്ര തത്വചിന്തകൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് ഓർക്കുക. കാരണം ഗാന്ധിജി ഗ്രാമങ്ങളിലുള്ള വികസനങ്ങളെ പറ്റിയിട്ടുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൻകിട വ്യവസായങ്ങൾക്കുള്ള പരിഗണന ഒരിക്കലും ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? എ ചാണക്യൻ അർത്ഥശാസ്ത്രം, ബി അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, സി മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ഡി ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ഓക്കെ, ഇതിലേതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചാണക്യൻ അർത്ഥശാസ്ത്രം കറക്റ്റാണ്, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം കറക്റ്റാണ്, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് കറക്റ്റാണ്. പക്ഷേ ദാദാഭായ് നവറോജിയുടെ മിച്ചമൂല്യ സിദ്ധാന്തമല്ല, ചോർച്ചാ സിദ്ധാന്തമാണ് വരുന്നത്. ഓക്കെ, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി: എ പത്മ സുബ്രഹ്മണ്യം, ബി LK അദ്വാനി, സി എം ഫാത്തിമ ബീവി, ഡി ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻസർ എ ആണ്, പത്മ സുബ്രഹ്മണ്യം ആണ്. 2024 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. വൈജയന്തിമാല, കൊനിഡേല ചിരഞ്ജീവി, എം വെങ്കയ്യ നായിഡു, ബിന്ദുവേശ്വർ പഥക് ആൻഡ് പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, ഇതിൽ വൈജയന്തിമാല, ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം ആർട്സിലാണ് കിട്ടിയിട്ടുള്ളത്. വെങ്കയ്യ നായിഡുവിന് പബ്ലിക് അഫയേഴ്സ് എന്നാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബിന്ദേശ്വർ പഥക്കിന് സോഷ്യൽ വർക്കിലാണ് ലഭിച്ചിട്ടുള്ളത്. ബിന്ദേശ്വർ പഥക്കിന് മരണശേഷം, അതായത് പോസ്റ്റ്മസ്ലി ആണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 17th ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? എന്താണ് ഉൽപാദന ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. 2 മൂലധനം തൊഴിലാളികളുടെ ഉൽപാദന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നു. 3 മൂലധനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം 1ഉം 2ഉമാണ് ശരി. ദാറ്റ് ഈസ് ബി, ഓപ്ഷൻ ബി. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ഇറക്കുന്ന ആദ്യത്തെ പൈസയാണ് നമ്മൾ മൂലധനം എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷയിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഇറക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ മേടിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾക്ക് നമ്മുടെ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരായിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു മൂലധനം സഹായിക്കുന്നുണ്ട്, വളരെ കറക്റ്റായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പന്ന നിർമ്മാണം, അതായത് അത് മൂലധനം നല്ല പൈസ കൊടുത്തുള്ള നല്ല അത്യാധുനിക ഉപകരണങ്ങൾ വരുമ്പം അവിടെ കൂടുതലായിട്ട് സാധനങ്ങൾ ഉൽപ്പന്നം ഉൽപ്പാദനം നടത്താൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പം അതും വളരെ ശരിയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഫിനാൻസ് മിനിസ്റ്ററിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആദ്യം നമുക്ക് നിർമ്മല സീതാരാമനെ പറ്റി പറയാം. നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ടൈം ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫുൾ ടൈം ഫീമെയിൽ ഫിനാൻസ് മിനിസ്റ്ററാണ് നിർമ്മല സീതാരാമൻ. ഇനി മൻമോഹൻ സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ 1991 എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ തന്നെ പി ചിദംബരം ആണ് 3 നോൺ കോൺസിക്യൂട്ടീവ് ടേംസിൽ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് പി ചിദംബരം. അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സെയിൽസ് ടാക്സ് GST കൊണ്ടുവന്നത് അരുൺ ജെയ്റ്റ്ലിയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെയാണ്. കറക്റ്റാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. മൂന്നാമത്തത്, ചണനാരിനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണ്. അരി, ഗോതമ്പ്, ചോളം. ഓക്കെ. ഇനി ചണനാരിനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. തെറ്റാണ്. പകരം എന്തിനെയാണ്? കോട്ടണയാണ് അല്ലെങ്കിൽ പരുത്തീനെയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. സുവർണ്ണ നാര് എന്നാണ് ചണത്തിനെ വിളിക്കുന്നത്. ഇനി മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദ്യം. 42-ാം ഭേദഗതി, 91-ാം ഭേദഗതി, 52-ാം ഭേദഗതി, അതുപോലെ 73-ാം ഭേദഗതി. ഉത്തരം വരുന്നത് 91-ാം ഭേദഗതിയാണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് 42-ാം ഭേദഗതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്കപ്പം 42-ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റി നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭേദഗതിയാണ് കേട്ടോ ഇത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. 1976-ലാണ് ഈ ഒരു ഭേദഗതി നടപ്പിലാക്കുന്നത്. 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42-ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായി മാറിയത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കിയതും 42-ാം ഭേദഗതി പ്രകാരം ആണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സ്ഥിതിസമത്വം, മതേതരത്വം, അഖണ്ഡത, സോഷ്യലിസം, സെക്യുലർ, ഇൻറ്റഗ്രിറ്റി. 42-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൗലിക കടമകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A, ആർട്ടിക്കിൾ 51A. അതുപോലെ ട്രൈബ്യൂണലുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 14A, ആർട്ടിക്കിൾ 323A, 323B എന്നിവ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. 2/3 അംഗങ്ങളും ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. 2. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. 3. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 4. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് C ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രമാണ് ശരി. അപ്പം 1 തെറ്റാണ് എന്നുള്ളതാണ് അവിടെ വരേണ്ടത്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 3/2 എന്നാണ് പറഞ്ഞത്. ചെറിയൊരു തെറ്റ് മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പെട്ടെന്ന് പരീക്ഷ ടെൻഷന് എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് എഴുതിപ്പോവും. അപ്പം ഇങ്ങനെയുള്ള പിറ്റ്ഫോളുകൾ നമ്മളെപ്പോഴും പരീക്ഷയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. വളരെ കറക്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് എന്നുള്ളത് കാര്യമുണ്ട്. ഇനി അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണെന്നും ഓർത്തിരിക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എ. PK തുംഗൻ കമ്മിറ്റി, ബി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, സി. അശോക് മേത്ത കമ്മിറ്റി, ഡി. സക്കരിയ കമ്മീഷൻ. ആൻസർ എ. PK തുംഗൻ കമ്മിറ്റി. ഇനി എന്താണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി? ത്രിതല പഞ്ചായത്തുകൾ ഇന്ത്യയിൽ വരാനുള്ള കാരണം ഈ ഒരു കമ്മിറ്റിയാണ്. ത്രിതല പഞ്ചായത്തുകൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണക്കാരായത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റിയാണ് ത്രിതല പഞ്ചായത്ത് എന്നുള്ളത് നമുക്ക് ദ്വിതല പഞ്ചായത്തുകൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെന്നുള്ള ശുപാർശ നടത്തിയത് അശോക് മേത്ത കമ്മിറ്റിയാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത് ഏത്? 1. തുല്യ ജോലിക്ക് തുല്യവേതനം. 2. ഏകീകൃത സിവിൽ നിയമം. 3. സംഘടനാ സ്വാതന്ത്ര്യം. 4. പൊതു തൊഴിൽ തുല്യ അവസരം. ഓക്കെ, അപ്പം 4-ാം അധ്യായം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ആണ്. അതിൽ പെടുന്നത് തുല്യ ജോലിക്ക് തുല്യവേതനവും ഏകീകൃത സിവിൽ കോഡും 4-ാം അധ്യായത്തിൽ പെടുന്നതാണ്. സംഘടനാ സ്വാതന്ത്ര്യവും പൊതുതൊഴിലിൽ തുല്യ അവസരവും വരുന്നത് 3-ാമത്തെ പാർട്ടിലാണ്. ഓക്കെ, ഇനി എന്താണ് DPSP എന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട് 4-ലുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4-ലുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അവിടെ അത് ആർട്ടിക്കിൾ 36 തൊട്ട് ആർട്ടിക്കിൾ 51 വരെയാണ് പാർട്ട് 4-ൽ ഉൾപ്പെടുന്നത്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി ഈ നമ്മുടെ DPSP കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഓക്കെ, ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളാണ് DPSP ഉള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ളതും ഏകീകൃത സിവിൽ കോഡ് വരുന്നത് 44-ാമത്തെ ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ളത് ആർട്ടിക്കിൾ 43 അല്ലേ? ആർട്ടിക്കിൾ 43 അതിന് ലിവിങ് വേജ്, അതേപോലെ തന്നെ കണ്ടീഷൻ ഓഫ് വർക്ക് എന്നുള്ളതിലാണ് നമുക്ക് തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ളത് ഉണ്ടാവുക. അതുപോലെ തന്നെ 44-ലാണ് ഏകീകൃത സിവിൽ കോഡ് വരുന്നത്. സംഘടനാ സ്വാതന്ത്ര്യവും പൊതു തൊഴിലിൽ തുല്യ അവസരവും ഇത് വരുന്നത് നമ്മുടെ പാർട്ട് 3-ലാണ് വരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റിലാണ് വരുന്നത്. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 1. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. 2. സംസ്ഥാന ലിസ്റ്റ് കൃഷി മനുഷ്യബന്ധനം. 3. കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. 1ഉം 2ഉം ശരിയുള്ളത് B ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് B ആണ്. അതായത് യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധവും ആണവോർജവും വരുന്നത്, സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷിയും മത്സ്യബന്ധനവും വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതല്ല മദ്യനിയന്ത്രണവും ബാങ്കിങ്ങും. കൺകറന്റ് ലിസ്റ്റിൽ ഇലക്ട്രിസിറ്റി, ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, യൂണിഫോം സിവിൽ കോഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഞാനിതിനൊരു കോഡ് ഉണ്ടാക്കാം, അതിനുശേഷം ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. നമ്പർ 26. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? A. മൻസുഖ് മാണ്ഡവ്യ. B. ഹർദീപ് സിംഗ് പുരി. C. അനുരാഗ് താക്കൂർ. D. കിരൺ റിജിജു. ആൻസർ D. കിരൺ റിജിജു ആണ്. 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. 1993 ഡിസംബർ 11-നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. 3. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആൻസർ B. 2ഉം 3ഉം ശരി. അതായത് ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്, ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ, അതും ശരിയാണ്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. 1993-ലല്ല, 98-ലാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019-ലെ നിയമ ഭേദഗതി പ്രകാരമാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 3, ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക.
1. അഴിമതി നിയന്ത്രിക്കുന്നതിന്. 2. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്. 3. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ആൻസർ എല്ലാം ശരിയാണ്. ആൻസർ ഡി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് വിവരാവകാശ നിയമത്തെ പറ്റി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. സർക്കാർ സ്ഥാപനങ്ങളുടെയും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വിശ്വാസ്യതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19 ലോക തണ്ണീർത്തട ദിനം എന്നാണ് ചോദ്യം. എ ഫെബ്രുവരി 2, ബി മാർച്ച് 25, സി ഫെബ്രുവരി 28, ഡി ഒക്ടോബർ 5. ആൻസർ ഫെബ്രുവരി 2. അതായത് ആദ്യത്തെ റാംസാർ സമ്മേളനം നടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണിത്. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ചെയ്യാം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ സജി ചെറിയാൻ, ബി കെ രാജൻ, സി വി എൻ വാസവൻ, ഡി വി ശിവൻകുട്ടി. ആൻസർ വരുന്നത് വി ശിവൻകുട്ടിയാണ്. ഇനി മറ്റുള്ള ആളുകളുടെ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സജി ചെറിയാൻ അദ്ദേഹം ചെങ്ങന്നൂർ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെങ്ങന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ച ആളാണ്. അദ്ദേഹത്തിന് മുൻപ് ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫെയർസിൻ്റെ മന്ത്രിയായിരുന്നു. അതായത് മത്സ്യബന്ധനം, സംസ്കാരം, യുവജന കാര്യം, ഇതിൻ്റെയൊക്കെ മിനിസ്റ്ററായിട്ടുണ്ടായിരുന്ന ആളാണ് സജി ചെറിയാൻ. ഇതിന് മുൻപത്തെ, അതായത് 2022 റിസൈൻ ചെയ്തു. അടുത്തത് കെ രാജനാണ്. കെ രാജൻ ഈ ഒരു മന്ത്രിസഭയിലുള്ള ആളാണ്. അദ്ദേഹം ലാൻഡ് റവന്യൂ, സർവേ, ലാൻഡ് റിഫോം, ഹൗസിങ് ഇതിൻ്റെ മന്ത്രിയാണ് കെ രാജൻ. ഇനി ഇത് വി ശിവൻകുട്ടി, നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, തൊഴിൽ വകുപ്പ് വി ശിവൻകുട്ടിയുടേതാണ്. അതുപോലെ തന്നെ പിന്നെ ജനറൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, ട്രെയിനിങ്, ഫാക്ടറീസ് ആൻഡ് ബോയിലർ, ലേബർ കോർട്ട്, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇതൊക്കെ വി ശിവൻകുട്ടിയുടേതാണ്. അതുപോലെ തന്നെ വി എൻ വാസവൻ്റെത് കോഓപ്പറേഷനാണ്. കോഓപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ, ആർട്ട് ആൻഡ് കൾച്ചർ, ദെൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഇതൊക്കെ വി എൻ വാസവൻ്റെ വകുപ്പുകളാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.